ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. പക്ഷേ മോഡിയും അനുയായികളും അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ മാത്രം ആദ്യം ഉന്നം വെക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ളവരെയും വിഴുങ്ങാനുള്ള കൃത്യമായ തന്ത്രം അവസാനം പണ്ട് കുറുക്കൻ പറഞ്ഞതുപോലെ ഞാനും ഒരു കോഴിക്കോടും മാത്രം ബാക്കിയായാൽ എന്ന പോലെ ഞങ്ങളും ഇവിടെ ഞങ്ങൾ അനുകൂലിക്കുന്ന സവർണന്മാരും മാത്രം ബാക്കിയായാൽ ഈ രാജ്യം ഞങ്ങൾക്ക് അനന്തരം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന, ഇതിലൊരിക്കലും മുസ്ലിമീങ്ങളെ മാത്രമല്ല എന്ന് അങ്ങനെ വിചാരിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം മുസ്ലിമീങ്ങളെ പിടികൂടുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞത് അറബികൾ ഇവിടെ ചാക്കിൽ കെട്ടിക്കൊണ്ട് വന്ന് ഈ കേരളത്തിൻ്റെയോ ഇന്ത്യ രാജ്യത്തിൻ്റെയോ കടൽ തീരങ്ങളിൽ കെട്ടഴിച്ചു വിട്ട് ഇവിടേക്ക് അങ്ങോട്ട് കയറി ചെന്ന് രാജ്യത്ത് ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് കയലടത്തി വിട്ടവരല്ല ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ. ഈ രാജ്യത്തിലെ ഭൂവിഭവങ്ങളും ഈ രാജ്യത്തിൻ്റെ നന്മകളും ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം പഠിക്കാനും ഈ രാജ്യത്തിൻ്റെ പച്ചപ്പുള്ള ഭൂവിഭവങ്ങളെ ഉപയോഗപ്പെടുത്താനും വേണ്ടി വന്ന അറബികൾ ഈ കടൽ തീരത്ത് നിന്നും പരിസരത്ത് നിന്നും വിവാഹം ചെയ്ത് ഈ നാട്ടിലെ അടിസ്ഥാന വർഗങ്ങളുടെ മക്കളായി പിറന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ആരും ഇവിടെ കൊണ്ടുവന്ന് വിട്ടവരല്ല. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും രക്തത്തിൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കുമെന്ന ധിക്കാരത്തിന്റെ ചുവയുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണെന്ന് പറയാൻ അവരുടെയൊക്കെ തന്നെ അമ്മമാരുടെ രക്തത്തിൽ പിറന്ന ആ പാരമ്പര്യം ഉള്ള മുസ്ലിമീങ്ങൾ ഞങ്ങൾ തുറന്നു പറയും, ഇല്ല, ഇവിടെ നിന്ന് മുസ്ലിമീങ്ങൾ കൈയൊഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇവിടെ നിന്ന് മുസ്ലിമീങ്ങൾ കൈയൊഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ കൂടെ പോരുന്നുണ്ട് എന്ന് പറയാൻ ഇവിടെയുള്ള ഹിന്ദുക്കളുണ്ട്, ഹിന്ദു സഹോദരന്മാരുണ്ട്.